സൂചിപ്പിക്കുന്നു. നമ്മൾ ആദ്യ ഫലസൂചന വരുമ്പോൾ ഇടത്തോട്ട് തന്നെ ഇടത്തിലേക്കാണെന്നുള്ള സൂചനകൾ മാത്രമാണ്. പക്ഷേ ഇവിടം കൊണ്ടൊന്നും കഴിയുന്നില്ല. UDFന്റെ മുന്നേറ്റം അല്പസമയത്തിനുള്ളിൽ കാണാമെന്നുള്ള പ്രതീക്ഷകൾ നേതാക്കളടക്കം പങ്കുവെക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ്. നേതാക്കൾ ഉറ്റുനോക്കുകയാണ്. UDFന്റെ തേരോട്ടം തന്നെ ഉണ്ടാകും. ആദ്യഘട്ടങ്ങളിലെ വിവരങ്ങളൊന്നും നോക്കണ്ടെന്ന്, ഇനി വരുന്ന മണിക്കൂറുകൾ നോക്കുന്നേ, അപ്പോൾ നോക്കാം, അപ്പോൾ കാണാം UDF എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ കാണാമെന്നുള്ളതൊക്കെ ഒരു പ്രതികരണമൊക്കെ പല ഭാഗത്തു നിന്നും വരുന്നു. അണികളും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിലെ ഒന്നും നോക്കണ്ട, ഇനി അങ്ങോട്ട് കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ, കൂടുതൽ ഫലങ്ങളൊക്കെ അങ്ങനെ വരും, അപ്പോൾ കാണാം, അപ്പോൾ ആര് മുന്നിട്ട് നിൽക്കുന്നതെന്ന് കാണാമെന്ന് നോക്കാമല്ലോ എന്നുള്ള ചില പ്രതികരണങ്ങളൊക്കെ അങ്ങനെ വരികയാണ്. കളമശ്ശേരി 3 വാർഡുകളിൽ LDF മുന്നിൽ. ഇത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. ആന്റണി ജോർജ് ഉണ്ട്. ആന്റണി, ഈ തിരുവനന്തപുരത്ത് KS ശബരിനാഥൻ മുന്നിൽ എന്നുള്ള വിവരം ലഭിക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥിയാണ്, ഏറെ പ്രതീക്ഷയാണ്. മുൻ MLA ആണ് KS ശബരിനാഥൻ. മേയർ ആകുമെന്നുള്ള പ്രതീക്ഷ ഈ ഒരു നിമിഷം അവർ പുലർത്തുന്നു. ഈ ഒരു പ്രതീക്ഷ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതങ്ങനെ മാറി പറയുകയല്ലേ? തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു തുടക്കം മുതൽ തന്നെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഒരിടയ്ക്ക് LDF അവിടെ ലീഡെത്തിയെങ്കിൽ ഇതാ കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ 8-8 എന്ന നിലയിലേക്ക് LDF 8 UDF 8 എന്ന നിലയിലേക്ക് ഉയരുന്നു. LDF ലീഡ് ഉയർത്തുന്നു. LDFും UDFും 8-8. നേരത്തെ കൊച്ചി കോർപ്പറേഷനിലെ ആദ്യ നിമിഷങ്ങളിൽ LDFനായിരുന്നു ലീഡ്. പിന്നീട് UDF തിരിച്ചു പിടിച്ചു. അതിനുശേഷം ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. അതേസമയം പത്തനംതിട്ടയിലെ നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. തൃശൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ NDA ഒരിടത്ത് മുന്നിലാണ്. അത് പൂങ്കുന്നം വാർഡിലാണ്. അവിടെ NDA ലീഡ് നിൽക്കുന്നു. ഷൊർണൂർ കടയം ഈസ്റ്റ് വാർഡ് അവിടെ BJP വിജയിച്ചിരിക്കുന്നു. BJPയുടെ സിറ്റിംഗ് സീറ്റാണ്, അത് അവിടെ നിലനിർത്തിയിരിക്കുന്നു. ചാലക്കുടി നഗരസഭയിൽ UDF ആണ്. UDF അവിടെ മുന്നിൽ നിൽക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചാക്ക വാർഡിൽ LDF മുന്നേറുന്നു. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. കൊട്ടാരക്കര നഗരസഭയിൽ LDFന്റെ മുന്നേറ്റം. അടൂർ 3-ാം വാർഡിൽ, പത്തനംതിട്ടയിലെ അടൂർ 3-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. 2-ാം വാർഡിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് SP ദീപക്. പേട്ട വാർഡിൽ മത്സരിക്കുന്ന SP ദീപക് ഇപ്പോൾ പേട്ട വാർഡിൽ മുന്നേറ്റം കുറിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഏതായാലും പന്തളം നമുക്കറിയാവുന്നതുപോലെ BJPക്ക് കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റികളിലാണ് ഭരണമുള്ളത്. ഒന്ന് പാലക്കാട്, ഒന്ന് പത്തനംതിട്ടയിലെ പന്തളത്തിപ്പോഴും BJP തന്നെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 54 LDF, 41 UDF, 2 NDA എന്ന നിലയിൽ വരുന്നു. കൊച്ചി കോർപ്പറേഷനിലാണ് ഇപ്പോൾ ശക്തമായ പോരാട്ടം നടക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 8-8 എന്ന നിലയിൽ പോകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ഇതാ ലീഡ് തിരിച്ചു പിടിക്കുന്നു. അവിടെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലം. ഒപ്പത്തിനൊപ്പമൊക്കെ വരുന്ന കാഴ്ച കാണുമ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 6 LDF ലീഡ് ചെയ്യുമ്പോൾ 1 UDFന് ലീഡുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ LDFനാണ് ലീഡ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ ഫലം വരുന്നതേ ഉള്ളൂ. അതേസമയം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ 33 ഡിവിഷനുകളിൽ 1 ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് 14 LDF ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് 8 28 ഡിവിഷനുകളിൽ 8 ഇപ്പോൾ LDF ലീഡ് ചെയ്യുമ്പോൾ 6 UDF ലീഡ് ചെയ്യുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലും കോട്ടയത്തും LDFന്റെ മുന്നേറ്റമാണ്. 23 ഡിവിഷനുകളിൽ 7 LDF, 6 UDF ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ ഇതാ ശക്തമായ പോരാട്ടം. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 2 LDF, 2 UDF. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 27 3 ഫലം വരുമ്പോൾ അവിടെയും LDF ആണ് ലീഡ് ചെയ്യുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഫലം വരുമ്പോൾ ഇതാ കോഴിക്കോട് LDFന്റെ സിറ്റിംഗ് കോർപ്പറേഷൻ ആണ്. അവിടെ 3 LDF ലീഡ് ചെയ്യുന്നു. 1 വാർഡിൽ UDF ലീഡ് ചെയ്യുന്നു. കൊല്ലം കോർപ്പറേഷനിൽ തുടക്കം മുതൽ LDF ലീഡ് ചെയ്യുന്നു. ആ ലീഡ് LDF നിലനിർത്തുന്നു. 7 LDF പോകുന്നു. 2 ഇപ്പോൾ UDF കൊല്ലം കോർപ്പറേഷനിൽ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പത്തനംതിട്ട നഗരസഭയിൽ അടക്കം ഇപ്പോൾ UDFന്റെ ലീഡ് വരുമ്പോൾ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ NDA ലീഡ് ചെയ്യുന്നു. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ NDA ലീഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച.
തൊടുപുഴ മുനിസിപ്പാലിറ്റി, കട്ടപ്പന മുനിസിപ്പാലിറ്റികളിൽ UDF ലീഡ്, കോതമംഗലത്ത്, ആലുവയിൽ, എറണാകുളം ജില്ലയിൽ UDF ലീഡ് ചെയ്യുന്ന കാഴ്ച കാണുന്നു. ഏതായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ ശക്തമായ പോരാട്ടം. LDF 3 UDF 1 മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് കാണേണ്ട കാര്യം. വലിയൊരു മുന്നേറ്റം കാണുന്നു. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ ചിറ്റൂരിൽ ഇടതിന്റെ മുന്നേറ്റം, പട്ടാമ്പിയിലും ചെറുപ്പുളശ്ശേരിയിലും മണ്ണാർക്കാടും UDF മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് കാണേണ്ട ഒരു കാര്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഉള്ളത്. എന്തായാലും തൃശൂർ കോർപ്പറേഷനിൽ UDFന്റെ വലിയ ആധിപത്യം. 7 UDF മുന്നിട്ട് നിൽക്കുന്നു, 3 LDF. തൃശൂരിൽ UDF ലീഡ് ഉയർത്തുന്നതാണ് കാണുന്നത്. LDF രണ്ടാമതായി പിന്തള്ളപ്പെടുന്നു എന്നതാണ് കാണേണ്ടത്. NDA 3 അവർക്ക് 3 ലീഡ് ചെയ്യാനായി അവർക്ക് കഴിയുന്നതാണ് കാണേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ലീഡ് ചെയ്യുന്നു. 7 NDAയും 5 LDFും 1 UDFും നിലനിൽക്കുന്ന ആ രീതിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണക്കുകൾ വരുമ്പോൾ ഉള്ളത്. തൃശൂർ കോർപ്പറേഷനിൽ UDF 7, NDA 6 മാറുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യമായ രീതിയിലേക്ക് കണക്കുകൾ വരുന്നു എന്നതാണ് കാണേണ്ടത്. വന്നുകൊണ്ടിരിക്കുന്നു. NDA മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി വരികയാണ്. പാലക്കാട് നഗരസഭയിലെ വാർഡ് 28-ൽ BJPക്ക് വിജയമെന്നുള്ള ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. മണപ്പുള്ളിക്കാവ് വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. കൽപ്പറ്റ നഗരസഭയിലെ 2ാം വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. അങ്ങനെ മുന്നേറുകയാണ് ഇടതുപക്ഷം. LDFും UDFും NDAയും തമ്മിൽ കടുത്ത പോരാട്ടം, ത്രികോണ പോരാട്ടം തിരുവനന്തപുരത്ത് നടക്കുന്നു. തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെ